റിലേഷൻഷിപ്പ് ഷുഡ് ബി ബിറ്റ്വീൻ ടു അഡൾട്ട്സ്. രണ്ട് പിള്ളേർക്ക് തമ്മിൽ റിലേഷൻഷിപ്പിൽ ആകാൻ പറ്റില്ല. ആൻഡ് ഞാനിത് പറയുമ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. കാര്യം പലപ്പോഴും ക്ലിനിക്കില് ഇപ്പൊ മാരേജിലുള്ളവര് ഇഷ്യൂസുമായിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടുപേരും അഡൽട്ട് ആവാം, ഒരാൾ കുട്ടിയും ഒരാൾ അഡൽട്ടും ആകാം. പല കേസിലും രണ്ടുപേരും കുട്ടികളായിരിക്കും. ആൻഡ് ഹൗ ഡു യു ഡിഫൈൻ ദാറ്റ്, ഹൂ ഇസ് എൻ അഡൽട്ട് ആൻഡ് ഹൂ ഇസ് എ ചൈൽഡ്? അഡൽട്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ടബിൾ അവര്. When I am in the relationship, I take responsibility. Okay. I know that എന്റെ പാർട്ട്ണർ he or she is with me. അവരുടെ കംഫർട്ട് സോൺ ഒക്കെ വിട്ട്, അവരുടെ ഫ്രണ്ട്സിനെയും കട്ട് ചെയ്ത്, അവരുടെ ഫാമിലിനെയും വിട്ട്, സോ ഇൻ ദിസ് വേൾഡ് മറ്റാരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ സമയത്ത് പോലും മൈ പാർട്ട്ണർ ഈസ് ഇൻ ലവ് വിത്ത് മീ ആൻഡ് ഈസ് വിത്ത് മീ ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പം വാട്ട് ക്യാൻ ഐ ഡു ടു ബി ഇൻ ഗുഡ് ടേംസ് വിത്ത് ദിസ് പേഴ്സൺ? ഈ വ്യക്തിയെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഈ വ്യക്തിയോട് ഞാൻ എങ്ങനെ എമ്പതി കാണിക്കും? അവരുടെ പെയിൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഹൗ ഡു ഐ ക്രിയേറ്റ് എ ചാനൽ വെർ മീ ആൻഡ് ദിസ് പേഴ്സൺ സ്റ്റേസ് ഇൻ എ റിലേഷൻഷിപ്പ്? അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനൊരു അഡൽട്ട് ആയിരിക്കണം. എനിക്ക് എന്റെ ഐ വിൽ ഹാവ് മൈ ഓൺ ട്രോമാസ്. എനിക്ക് എന്റേതായിട്ടുള്ള പല ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അഡൽട്ട് എന്ന് പറയുമ്പോൾ ഏജ്, മെന്റൽ മെച്യൂരിറ്റി വരണമെങ്കിൽ ഏജ് പ്രോഗ്രസ് ചെയ്യണം. ഇറ്റ് ഈസ് ഒരു ചെറിയ ഏജിൽ നമുക്കൊരു മെച്യൂരിറ്റി വരാനുള്ള ചാൻസസ് കുറവാണ്. ഇൻഫാക്ട് വരാൻ പാടില്ല. ഇപ്പൊ ചില കുട്ടികളൊക്കെ കാണാൻ പറ്റും വളരെ യങ് ഏജിൽ തന്നെ ഭയങ്കര മെച്യൂർ ആയിരിക്കും. പേരൻസ് ഇങ്ങനെ ക്രെഡിറ്റ് എടുത്ത് പറയും നിങ്ങളുടെ മോനും മോളും ഭയങ്കര. നമ്മളൊരു പേരന്റിഫൈഡ് ചൈൽഡ് എന്നാ പറഞ്ഞത്. ആ ചൈൽഡ് പേരന്റിന്റെ റോൾ എടുത്തിരിക്കുകയാണ്. പലപ്പോഴും ഫാമിലിയിലെ പിള്ളേർക്ക് മെച്യൂരിറ്റി കൂടിയെങ്കിൽ അതിന്റെ അർത്ഥം ആ പേരൻസ് മെച്യൂർ അല്ല എന്നുള്ളതാണ്. സംബഡി ഹാസ് ടു ടേക്ക് മെച്യൂരിറ്റി. അപ്പനും അമ്മയും കുട്ടികളായിട്ട് നിൽക്കുമ്പോൾ when the father and the mother is the child becomes a parent. നാച്ചുറൽ രീതിയിൽ മെച്യൂരിറ്റി വരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബയോളജിക്കലി ഏജ് മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് പണ്ടൊക്കെയും കല്യാണം കഴിക്കുമ്പോൾ ആൾക്കാർ 25-30 വയസ്സൊക്കെ ആകുമ്പോൾ കെട്ടുന്നത്. ബിക്കോസ് ആ സമയത്ത് ഒരു ലൈഫിൽ ഒരു മെച്യൂരിറ്റി വന്നു, ജോബായി, ആൻഡ് ലൈഫിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്കിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. സോ ദിസ് ഈസ് ദ റൈറ്റ് ഏജ് ഫോർ ദാറ്റ് പേഴ്സൺ ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്. സോ മെച്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.